അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വീകരിക്കട്ടെ. നമ്മുടെ ഈ ദീനീ പഠനം അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. തലാഖുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയാണ്. മനുഷ്യന്മാർ ദേഷ്യം പിടിക്കുമ്പോഴും ഇഷ്ടമല്ലാത്ത സമയത്തൊക്കെയാണല്ലോ തലാഖ് ചെല്ലുക. അപ്പോൾ ഏതൊക്കെയൊക്കെ രീതിയിലായിരിക്കും വിവാഹബന്ധം ഏർപ്പെടുത്തി എന്ന് പറയാം. അതിനൊക്കെ ഇസ്ലാമിലൊരു ഹുക്മ് വേണമല്ലോ. അതിനെക്കുറിച്ച് നമുക്കറിയില്ല. അത് തലാഖാകോ അല്ലേ എന്നറിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏത് സാധ്യതയിലും മനുഷ്യൻ പറയുന്ന വാക്കുകൾ വിവാഹബന്ധം മുറിയുന്നതാണോ മുറിയുന്നതല്ലേ എന്ന് നമ്മൾ പരിശോധിക്കണം. കാരണം ഇത് പവിത്രമായൊരു ബന്ധമാണ്. അത് മുറിയോ മുറിയില്ലേ എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു ബന്ധം വിശുദ്ധമല്ലാതായിത്തീരും, അല്ലെങ്കിൽ ഉള്ള ബന്ധം ഇല്ലാതെയായിത്തീരും. ഇല്ലാത്ത ബന്ധങ്ങൾ ബന്ധമായിത്തീരുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇത്ര വിശദമായി ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലുള്ള കിതാബുകളൊക്കെ ഉണ്ടല്ലോ, മിൻഹാജിൻ്റെ ശറഹ് തുഹ്ഫ, നിഹായ, മഹല്ലി, ഇതിലൊക്കെ ഇതിൻ്റെ ഇരട്ടി സാധ്യതകൾ വെച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും പുതിയ പുതിയ വിഷയങ്ങൾ അങ്ങനെ കടന്നു വരും. തലാഖ് വിവാദങ്ങളൊക്കെ എല്ലാ കാലത്തും നടക്കുന്നതാണ്. തംബീഹുൻ എന്ന് പറഞ്ഞ് ഇബ്രാ മഹർ പൈസ കൊടുക്കും പോലെയാണ് എന്ന് പറഞ്ഞിട്ട് ഇനി പുതിയൊരു മസല പറയാണ്. ഭാര്യയുമായിട്ടൊരു പ്രശ്നമാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട് പറയാണ്, നിങ്ങളവളെ തലാഖ് ചെല്ലണം. അപ്പോൾ ഇയാൾ പറയാണ്, ഞാൻ അയാൾക്ക് കൊടുക്കാനുള്ള മഹർ എന്നാൽ അവൾ ഒഴിവാക്കി തരണം എന്ന്. ഇങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും വിധി? വലവ് ഖാല, ഒരാൾ പറഞ്ഞു, നബറാഅത്തിനി ഫഅൻത വക്കീലും ഫി ത്വലാഖിഹ, അവളെന്നെ മഹറിൽ നിന്ന് ഒഴിവാക്കി തന്നാൽ അവളാ തലാഖ് ചെല്ലാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നൊരു വ്യക്തിയോട് പറഞ്ഞു. അപ്പോൾ അയാൾ പോയിട്ട് അവളോട് പറഞ്ഞപ്പോൾ അവൾ ഒഴിവാക്കി കൊടുത്തു. ഫബറാഅത്തുഹു, എന്നാൽ ബറഅ, ഇനി അയാൾ അവൾക്ക് മഹർ കൊടുക്കേണ്ട. ഈ തലാഖ് ചെല്ലാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയുടെ അവസ്ഥ എന്താ? സുമ്മൽ വക്കീൽ മുഖയ്യറുൻ, വക്കീലിന് ഇഷ്ടം പോലെ ചെയ്യാം. ഫൈൻ ത്വല്ലഖ, അയാൾ തലാഖ് ചെല്ലുന്നുവെങ്കിൽ വഖഅ റജിയൻ, അവിടെ റജിയായ തലാഖ് സംഭവിക്കും. കാരണം മഹർ കൊടുക്കണ്ട എന്ന് പറയാൻ കാരണം ലിഅന്ന ലിബ്ര വഖഅ ഫി മുഖാബലത്തി തൗക്കീൽ, അയാളെ തലാഖ് ചെല്ലാൻ ഏൽപ്പിച്ചതിൻ്റെ പ്രതിഫലത്തിലാണ് മഹറിൽ നിന്ന് ഒഴിവാക്കുക എന്നത് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ വക്കാലത്താക്കി മഹറിൽ നിന്ന് ഒഴിവായി, അയാൾ വക്കീലായി. അപ്പം മഹറിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് വക്കാലത്ത് സംഭവിച്ചത് വക്കാലത്ത് അയാൾക്ക് ലഭിക്കും എന്ന ഒരു പ്രതിഫലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം ഇനി തലാഖ് ചെല്ലണോ വേണ്ടേ എന്നുള്ളത് വക്കീലിന് സ്വീകരിക്കും, ഇഷ്ടം പോലെ ചെയ്യാം. ഇങ്ങനെ ഒരു ഭാര്യനോട് ഒരാൾ പറഞ്ഞു, അവളെന്നെ മഹറിൽ നിന്ന് ഒഴിവാക്കി തന്നാൽ അവൾ താലിഖാണ് എന്ന് പറഞ്ഞാൽ അവിടെ അയാൾ മഹറിൽ നിന്ന് ഒഴിവാകുമോ, ത്വലാഖ് സംഭവിക്കുമോ? ഒരു ചർച്ചയാണ്, ഒരു അഭിപ്രായ വ്യത്യാസമുള്ള ചർച്ചയാണ്. വമൻ അല്ലഖ തലാഖ് സൗജത്തിഹി, ഒരാൾ ഭാര്യയുടെ തലാഖിനെ ബന്ധപ്പെടുത്തി പറഞ്ഞാൽ ബി ഇബ്രാഇഹ ഇയ്യാഹു മിൻ സ്വദാഖിഹ, അവൾ നൽകേണ്ട മഹറിൽ, അവൾക്ക് ലഭിക്കേണ്ട മഹറിൽ നിന്ന് ഒഴിവാക്കുന്നതിനോട് ബന്ധപ്പെടുത്തി പറഞ്ഞാൽ
ഇബ്രാഹിഹ അവൾ ഒഴിവാക്കി കൊടുക്കുന്നതിനോട് ഇയാഹു അയാളെ മിൻ സ്വദാഖിഹ അവരുടെ മഹറിൽ നിന്ന് നേരെ കൊടുത്തിട്ടില്ല, കടായിരുന്നു. അങ്ങനെ ബന്ധപ്പെടുത്തി പറഞ്ഞാൽ ലം യഖഅ് ത്വലാഖ് സംഭവിക്കുന്നതല്ല. ഭാര്യൻ്റെ തലാഖ് സംഭവിക്കൂല. എപ്പോൾ മാത്രമേ സംഭവിക്കൂ? സമ്പൂർണമായ രീതിയിൽ മഹറിൽ നിന്ന് ഒഴിവാക്കി കൊടുത്താൽ മാത്രമേ സംഭവിക്കുള്ളൂ എന്നാ. ഇല്ലായിൻ ബുജ്ദത്ത് ബറാഅത്തൻ സഹീഹത്തൻ മിൻ ജമീ, മുഴുവൻ മഹറിൽ നിന്നും ശരിയായ രീതിയിൽ അവൾ അയാളെ മഹറിൽ നിന്ന് മുക്തനാക്കിയാലല്ലാതെ ത്വലാഖ് സംഭവിക്കില്ല. പൂർണ്ണമായ രീതിയിൽ ഒഴിവാക്കണം, സ്വഹിയായ രീതിയിൽ ഒഴിവാക്കണം. അങ്ങനെ ഒഴിവാക്കിയാൽ അപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങൾ എനിക്ക് നൽകാനുള്ള മുഴുവൻ മഹർ ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നു എന്ന് പറഞ്ഞാൽ അത് പ്രായപൂർത്തിയൊക്കെ ഉള്ള പെണ്ണായിരിക്കണം പറയേണ്ടത്. ഫയഖഉ ബായിനൻ, അപ്പോൾ അത് ബായിനായ തലാഖായി സംഭവിക്കും. ഇനി മടക്കിയെടുക്കാൻ പറ്റില്ല. അതെങ്ങനെയാണ് പൂർണ്ണമായ സ്വഹിയായ ഒഴിവാക്കൽ? ബിഅൻ തകൂന റഷീദത്തൻ, പെണ്ണ് ബുദ്ധിയും പ്രായപൂർത്തിയുള്ള പെണ്ണാണ്, അങ്ങനെയാണ് ഒഴിവാക്കിയത്. ബല കുല്ലും മിൻഹുമാ, ഭാര്യ ഭർത്താക്കളിൽ നിന്ന് ഓരോരുത്തർക്കും യാലമു അറിയാം ഖദ്റഹു, മഹറിൻ്റെ അളവ് എത്രയാണെന്ന്. പിന്നെയോ വലം തതഅല്ലഖ ബിഹി സക്കാത്തുൻ, സക്കാത്ത് ബന്ധിച്ചിട്ടുമില്ല. കണക്കിലേറെ മഹർ സ്വർണം വെള്ളിയൊക്കെ ആകുമ്പോൾ സക്കാത്ത് ബന്ധിക്കൽ ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ. അങ്ങനെയുള്ള സാഹചര്യത്തിലേ തലാഖ് സംഭവിക്കുള്ളൂ. ഇവിടെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, അത് നോക്കാം. ഖിലാഫുൽ ലിമാ അത്വാല ബിഹി റൈമിയു, ഇമാം റൈമി റഹ്മഹുല്ല ദീർഘമായി സംസാരിച്ച ആ വാദത്തിനെതിരായിട്ടാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പറയുന്നത് അന്നഹു ലാ ഫർഖ ബൈന തഅല്ലുഖിഹാ ബിഹി വ അദമിഹി, സക്കാത്ത് ബന്ധിക്കരുത് എന്നല്ല പറഞ്ഞു, സക്കാത്ത് ബന്ധിക്കുന്നതും ബന്ധിക്കാതിരിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ല. സക്കാത്ത് മഹറിനോട് ബന്ധിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ചർച്ചയല്ല. വൈ നഖലഹു, അപ്പോൾ ഇമാം റൈമി ആ പറഞ്ഞത് ശരിയല്ല. വൈ നഖലഹു അനിൽ മുഹഖിഖീൻ, വലിയ അഗ്രേസരരായ പണ്ഡിതന്മാരെ തൊട്ട് ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ പോലും അത് പ്രബലമല്ല. എന്തുകൊണ്ട്? സക്കാത്ത് ബന്ധിക്കരുത് എന്ന് പറയാൻ കാരണം എന്താ? നമ്മൾ വീണ്ടും വിഷയത്തിലേക്ക് പോവാണ്. സക്കാത്ത് ബന്ധിക്കാത്ത മഹറായിരിക്കണം എന്ന് പറയാൻ കാരണം എന്താ? വദാലിക് ലിഅന്നൽ ഇബ്റാഅ ലാ യസിഹു മിൻ ഖദ്രിഹാ, കാരണം സക്കാത്ത് നിർബന്ധമായ ഒരു സംഖ്യയിൽ നിന്ന് സംഖ്യയെ തൊട്ട് അവൾക്ക് അയാൾ ഒഴിവാക്കാൻ പറ്റൂല. അയാൾ ഒരു 50 പവൻ മഹർ തരാനുണ്ട്, സക്കാത്ത് നിർബന്ധമായിട്ടുണ്ട്, പിന്നെ എങ്ങനെ അവളെ ഒഴിവാക്കി കൊടുക്കുക? സക്കാത്ത് നിർബന്ധമായതല്ലേ, അത് അവൾ കൊടുക്കണ്ടേ സക്കാത്ത്? അപ്പോൾ സക്കാത്തിൻ്റെ അളവിൽ നിന്ന് അവൾക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? വഖദ് അല്ലഖ ബിൽ ഇബ്റാഇ മിൻ ജമീഇ, മുഴുവൻ മഹറും പൊരുത്തപ്പെട്ട് തന്നാൽ എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ പിന്നെ സക്കാത്ത് ബന്ധിച്ച മഹർ എങ്ങനെ പൊരുത്തപ്പെട്ട് കൊടുക്കാൻ പറ്റും? വഖദ് അല്ലഖ, അയാൾ തലാഖിനെ ബന്ധപ്പെടുത്തിയിരിക്കുന്നത് നിബന്ധനപ്പെടുത്തിയിരിക്കുന്നത് ബിൽ ഇബ്റാഇ മിൻ ജമീഇ, മുഴുവൻ മഹറിൽ നിന്നും ഒഴിവാക്കുന്നതിനോടാണല്ലോ. ഫലം തൂജത്, ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ അസിഫത്തുൽ മുഅല്ലഖ അലൈഹായി ബന്ധിപ്പിക്കപ്പെട്ട സിഫത്ത്. ഏതാ ബന്ധിപ്പിക്കപ്പെട്ട സിഫത്ത്? മുഴുവൻ മഹറിൽ നിന്നും ഒഴിവാക്കുക എന്നുണ്ടായിട്ടില്ലല്ലോ. ഏതായാലും മുഴുവൻ മഹറിൽ നിന്നും ഒഴിവാക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ് എങ്കിൽ അതിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരാൾ തലാഖ് ചൊല്ലിയാൽ ത്വലാഖ് സംഭവിക്കും, ബായിനായിട്ട് ത്വലാഖ് സംഭവിക്കും, തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ. മറ്റൊരഭിപ്രായമുണ്ട്, ഈ ത്വലാഖ് സംഭവിക്കുന്നത് ഇതിനല്ല, മഹർ മിസ്ലിനാണ്. വക്കീല യഖഉ, ഈ ഒരഭിപ്രായമുണ്ട് യഖഉ, സക്കാത്തിനോട് ബന്ധപ്പെട്ട മഹർ ആകുന്നിടത്ത് അവൾ തലാഖ് സംഭവിക്കുക മഹർ മിസ്ലു കൊണ്ടാണ്. ആദ്യം പറഞ്ഞത് തീരെ സംഭവിക്കൂല എന്നാണ്. ഇപ്പോൾ പറയുന്നത് സക്കാത്ത് ബന്ധപ്പെട്ട മഹറാണെങ്കിൽ, സക്കാത്ത് നിർബന്ധമായ മഹറാണെങ്കിൽ പിന്നെ ആ മഹറിന് പകരമല്ല തലാഖ് സംഭവിക്കുക, മഹർ മിസ്സിന് പകരമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു മഹറിന് പകരം തലാഖ് പറയുമ്പോൾ മഹർ എത്രയാണ് എന്നറിയണം.
അറിയാത്ത രീതിയിൽ ഭർത്താവിന് മഹർ ഒഴിവാക്കി കൊടുത്താൽ തലാഖ് സംഭവിക്കൂല. അപ്പോൾ ഒരു പെണ്ണ് എല്ലാം കഴിഞ്ഞിട്ട് വാദിക്കുകയാണ്, വലവ് അബ്റഅതുഹു, പെണ്ണ് അയാൾക്ക് മഹർ വിട്ടുകൊടുത്തു. സുമ്മദ്ദഅത്തിൽ ജഹ്ല ബിഖദ്രി, പിന്നെ അവൾ പറഞ്ഞു മഹറിൻ്റെ അളവ് എത്രയായിരുന്നു അറിയില്ല എന്ന് വാദിച്ചാൽ അവിടെ ഒരു വിശദീകരണമാണ് നൽകാനുള്ളത്. ചെറിയ കുട്ടിയായിരുന്നോ അല്ല പ്രായപൂർത്തിയായ പെണ്ണാണോ എന്ന് വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ, ഫൈൻ സുബിജത്ത് സഗീറത്തൻ, ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണ് അവളെ അയാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തതെങ്കിൽ സുദ്ദിഖത്ത് ബിയമീനിഹ, അവളെ വാദം അവിടെ സത്യം ചെയ്യിപ്പിച്ചുകൊണ്ട് അംഗീകരിക്കപ്പെടും. ഔ ബാലിഗത്തൻ, പ്രായപൂർത്തിയായ അവസ്ഥയിലാണ് ഈ പെണ്ണിനെ അയാൾക്ക് നിക്കാഹ് ചെയ്തു കൊടുത്തതെങ്കിൽ വദല്ലൽ ഹാലു അലാ ജഹ്ലിഹാ ബിഹി, മഹറിൻ്റെ അളവ് അറിയുകയില്ല എന്ന വാദത്തിന് സാഹചര്യ തെളിവുകൾ അറിയിക്കുന്നുമുണ്ടെങ്കിൽ, കാരണം നിക്കവനിഹ മുജ്ബിറത്തൻ, അവൾ സമ്മതം ചോദിക്കപ്പെടാത്ത, ലം തുസ്തൈദൻ, സമ്മതം ചോദിക്കപ്പെടാത്ത നിർബന്ധിക്കപ്പെട്ട് കല്യാണം ചെയ്യപ്പെട്ട പെണ്ണായിരുന്നു എങ്കിൽ ഫകദാലിക, അപ്പോഴും അവളെ വാദം സ്വീകരിക്കപ്പെടും. ഇല്ല, സാഹചര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്, അവൾ മുജ്ബിറത്തൊന്നല്ല, അവളോട് ചോദിച്ചിട്ട് തന്നെ കല്യാണമൊക്കെ കഴിഞ്ഞത് എങ്കിൽ എനിക്ക് മഹറിൻ്റെ അളവ് അറിയില്ലായിരുന്നു, അതുകൊണ്ട് തലാഖ് സംഭവിച്ചിട്ടില്ല എന്ന വാദം സ്വീകരിക്കപ്പെടില്ല. സുദ്ദിഖ, അയാളെ വാദമാണ് സ്വീകരിക്കപ്പെടുക. ബിയമീനിഹ, ബിയമീനിഹ, അയാൾ സത്യം ചെയ്യിപ്പിച്ചുകൊണ്ട്. അപ്പോൾ അയാൾ പറയണം തലാഖ് സംഭവിച്ചിട്ടുണ്ട് എന്ന അയാളുടെ വാദം അംഗീകരിക്കും. ഇനി മറ്റൊന്ന്, നീ മഹർ വിട്ടു തരികയാണെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് നീ ത്വാലിഖാണ് എന്ന് പറഞ്ഞാലോ? വലവ് കാല, ഒരാൾ പറഞ്ഞു നബ്റഇത്തിനി മിൻ മഹരിക്ക്, നിൻ്റെ മഹറിൽ നിന്ന് നീ എനിക്ക് പൊരുത്തപ്പെട്ട് തരികയാണെങ്കിൽ ഫഅന്തി ത്വാലിഖുൻ ബഅദ ഷഹ്രിൻ, ഒരു മാസം കഴിഞ്ഞിട്ട് നീ ത്വാലിഖാണ് എന്ന് പറഞ്ഞാൽ ഫഅബ്റഅതു, അപ്പോൾ ആയിക്കോട്ടെ ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ ബറഅ മുത്ലഖൻ, ആ പൊരുത്തപ്പെട്ടതോടുകൂടെ തന്നെ അയാൾ മഹറിൽ നിന്ന് ഒഴിവാകും, മഹർ കൊടുക്കാൻ ബാധ്യസ്ഥതനല്ലായിത്തീരും. പിന്നെ സുമ്മ ഇൻ ആഷ ഇലാ മുദിയി ഷഹ്രി, പിന്നെ ഒരു മാസം കഴിയുന്നവരെ അയാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ത്വലഖത്ത്, അവൾ ത്വാലിഖാകും, തലാഖ് സംഭവിക്കും. വയില്ല ഫല, ഒരു മാസം വരെ അയാൾ ജീവിച്ചില്ലെങ്കിൽ തലാഖ് സംഭവിക്കുന്നതുമല്ല. ഇനിയും കുറേ ഇമാമുകൾക്കിടയിലുള്ള ഒരു ഗവേഷണ വ്യത്യാസമുള്ള അഭിപ്രായമാണ് പറയുന്നത്. അൻവാർ എന്ന് പറയുന്ന അർദബീലി ഇമാമിൻ്റെ ഒരു കിതാബുണ്ട്, അതിൽ പറയാണ്, എന്നെ ത്വലാഖ് ചെല്ലണമെന്ന പെണ്ണ് ഭർത്താവിനോട് പറയാം, എന്നെ ത്വലാഖ് ചെല്ലണമെന്ന നിബന്ധനയിൽ എൻ്റെ മഹറിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒഴിവാക്കിയിരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് മഹർ പൊരുത്തപ്പെട്ട് തന്നിട്ടുണ്ട്, പക്ഷെ ഒരു നിബന്ധന ഉണ്ട്, എന്നെ ത്വലാഖ് ചെല്ലണം. തലാഖ് ചെല്ലിയാൽ ത്വലാഖ് സംഭവിക്കും, പക്ഷേ മഹർ കൊടുക്കേണ്ടി വരും. കാരണം അങ്ങനെ തലാഖ് ചെല്ലണമെന്ന് ഷർത്ത് വെച്ചുകൊണ്ട് പൊരുത്തപ്പെടിക്കാൻ പറ്റില്ലല്ലോ. നേരത്തെ പറഞ്ഞത് എന്താണ്? നേരത്തെ പറഞ്ഞത് നീ എനിക്ക് പൊരുത്തപ്പെട്ട് തന്നാൽ ഞാൻ നിന്നെ തലാഖ് ചൊല്ലി എന്നാണ് പറഞ്ഞത്. ഇവിടെ പറയുന്നതോ എന്നെ തലാഖ് ചൊല്ലിയാൽ ഞാൻ പൊരുത്തപ്പെട്ട് തന്നു എന്നാണ്. ആദ്യം ഭർത്താവ് ഭാര്യനോട് പറയണം, ഭാര്യൻ്റെ തലാഖിന് അവൾ പൊരുത്തപ്പെട്ടതിനോട്. ഇനി പെണ്ണ് പറയണം, എന്ത്? നിങ്ങൾ എന്നെ ത്വലാഖ് ചൊല്ലുകയാണെങ്കിൽ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തന്നു. അതാണ് അബ്റഉതുക മിൻ മഹരി ബി ഷർത്തിയാൻ തുതല്ലിഖനി എന്ന്. ഫതല്ലഖ, തലാഖ് ചൊല്ലിയാൽ വഖഅ, തലാഖ് സംഭവിക്കും. വലായ ബ്രൗ, തലാഖ് ഒഴിവാകൂല, അല്ല മഹർ ഒഴിവാകൂല. ഇതാണ് അൻവാറിൽ പറയുന്നത്. പക്ഷേ കാഫി എന്ന് പറയുന്ന കിതാബിൽ ഖവാരിസമിയും ഇമാം ബുൽഖീനിയും മറ്റും പറയുന്നത് മറ്റൊന്നാണ്. അതെന്താ? ലാക്കിനില്ലദീ ഫിൽ കാഫി, കാഫി എന്ന് പറയുന്ന കിതാബിൽ വന്നതും ഇമാം ബുൽഖീനിയും മറ്റും അംഗീകരിച്ച് പറഞ്ഞതുമായ അഭിപ്രായം, ഫി അബ്റഉതുക മിൻ സ്വദാഖി, എൻ്റെ സ്വദാഖ് ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരുന്നു, പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു, തലാഖ് ചെല്ലണമെന്ന നിബന്ധനയോടെ, അല്ലെങ്കിൽ ഔ അലാന്തു തല്ലിഖനി ബി ഷർത്തി ത്വലാഖി എന്നോ അലാന്തു തല്ലിഖനി, എന്നെ തലാഖ് ചെല്ലണം എന്ന നിബന്ധനയിൽ ഒക്കെ തന്നെ അങ്ങനെ പറഞ്ഞാൽ തബീനു,
അവിടെ ബായിനായ തൊലാഖാകും. വയബ്റഉ തലാഖിൽ മഹറിൽ നിന്ന് അയാൾ ഒഴിവാവുകയും ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ടഭിപ്രായമായി. തലാഖ് സംഭവിക്കുന്ന രണ്ടുകൂട്ടരും പറയുന്നുണ്ട്. ഈ ബാധ്യതയിൽ നിന്ന് ഒഴിവാകുമോ എന്നാണ്, ഒഴിവാകും എന്നാണ് ഇവിടെ ഈ അഭിപ്രായത്തിൽ പറയുന്നത്. ഇനി ഇങ്ങനെ പറഞ്ഞു, സ്വന്തം കാര്യമല്ല പറഞ്ഞത്. അയാൾക്ക് 2 ഭാര്യയുണ്ട്. എൻ്റെ കൂടെയുള്ള ഭാര്യ, എൻ്റെ സഹഭാര്യയെ ലറത്ത് എന്നാണ് പറയാം. ഒരാൾക്ക് 2 ഭാര്യ ഉണ്ടെങ്കിൽ മറ്റേ ഭാര്യ ലറത്ത്, ബുദ്ധിമുട്ടിക്കുകയാണല്ലോ ചെയ്യുക. എൻ്റെ ലറത്ത് ഞങ്ങൾ തലാക്ക് ചൊല്ലിയാൽ ഫഅന്തി ബരീഉം മിൻ സദാഖി, എനിക്ക് തരേണ്ട സദാക്ക് ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ തല്ലഖൽ ലറത്ത്, അപ്പോൾ 2ാം ഭാര്യയെ തലാക്ക് ചൊല്ലിയാൽ ഒക്കെ തലാഖ് സംഭവിക്കും. പക്ഷേ വല ബറാഅത്ത, മഹർ ഒഴിവാകില്ല, മഹർ കൊടുക്കേണ്ടി വരും. അപ്പം ചെറിയൊരു വ്യത്യാസം കൂടെ കാഫിയിൽ പറയുന്നുണ്ട്. ഏതാണ് പ്രബലം? ഖാല ഷെയ്ഖുന പറഞ്ഞു, പോലെ മുത്തജഹു, ന്യായമായ അഭിപ്രായം മാഫിൽ അൻവാറിൽ പറഞ്ഞതാണ്. മഹർ ഒഴിവായി കിട്ടൂല. എന്ന ഷർത്തൽ മദ്കൂറ, കാരണം പറയപ്പെട്ട ഷർത്ത് തഅലീഖിനെ ഉൾക്കൊള്ളുന്നുണ്ട്. തഅലീഖാകുമ്പോൾ പല അഭിപ്രായമുണ്ടല്ലോ. തഅലീഖ് എന്താ? നീ എന്നെ തലാഖ് ചൊല്ലിയാൽ നീ മഹറിൽ നിന്ന് ഒഴിവാണ്, നിങ്ങളെന്നെ തലാഖ് ചൊല്ലിയാൽ മഹറിൽ നിന്ന് ഒഴിവാണ് എന്ന് പറയുന്ന ഒരു വർത്താനുണ്ട്. ഇതാണ് താരീഖു തലാഖ്, തലാഖിനെ താരീഖ് ചെയ്യുക എന്നുള്ളത്. അവിടെ തലാഖ് സംഭവിക്കും, റജിയായി സംഭവിക്കും, മഹർ മിസ്ലിന് സംഭവിക്കും, അല്ല ബായിനായിട്ട് സംഭവിക്കും, ബറാഅത്തോടുകൂടെ ഒന്നും കൊടുക്കണ്ട എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ ഒഴിവാകൂല എന്നൊരു അഭിപ്രായവും ഉണ്ട് അവിടെ. അപ്പോൾ താലീഖിനെ ഉൾക്കൊള്ളുന്നതാണ്. താലീഖിൽ നിങ്ങൾ എന്നെ തലാഖ് ചൊല്ലിയാൽ ഞാൻ മഹർ പൊരുത്തപ്പെട്ട് നിങ്ങൾ ഒഴിവാണ് എന്ന് പറയുന്നിടത്ത് തലാഖ് സംഭവിക്കും. അങ്ങനെ തലാഖ് ചൊല്ലിയാൽ അവിടെ തലാഖ് സംഭവിക്കും, പക്ഷേ എന്താവില്ല, മഹറൊന്നും ഒഴിവാകൂല എന്നാണ് പ്രബലം. ഇനി ഫുറൂൻ കുറേ ഉപവിഷയങ്ങളാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള കുറേ മസലകളാണ് നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹുമ്മ ജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ വഹ്ശുർനാ ഫീ സുംറത്തിൽ മുത്തഖീന വസ്സാലിഹീൻ. സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.